Very good morning all. Once more all are welcome to Auditing and Corporate Governance new classroom. Today we are going to discuss audit assurance standards and principles. And first of all, what is audit assurance? Audit assurance means the degree of satisfaction expressed by the auditor in his audit report. Audit report is sufficient enough to guarantee that responsible level of reliability of accounts supported with evidences to the shareholders, stockholders, employees, supplier and society. ഇപ്പോൾ ഓഡിറ്റ് അഷ്വറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ ഒരു ഓഡിറ്റർ എൻഷുർ ചെയ്തിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ഒരു ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഏത് രീതിയിലാണ് ആ ഒരു ഓഡിറ്റിൻ്റെ ലെവൽ ഇരിക്കുന്നത് എന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതിനെ ആണ് ഓഡിറ്റ് അഷ്വറൻസ് എന്ന് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് സഫിഷ്യൻറ്റ് ഇനഫ് ടു ഗ്യാരണ്ടി ദാറ്റ് റെസ്പോൺസിബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ് സപ്പോർട്ടഡ് വിത്ത്. ഇപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പോസിറ്റീവ് റിപ്പോർട്ടാവാം, നെഗറ്റീവ് റിപ്പോർട്ടാവാം, അഥവാ ക്ലീൻ റിപ്പോർട്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരുപാട് എവിഡൻസിൻ്റെ ഭാഗമായിട്ട്, അതായത് അക്കൗണ്ട്സിന് റിലയബിൾ ആകുന്ന തരത്തിലുള്ള ഫിസിക്കൽ എവിഡൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ റിപ്പോർട്ട് ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ഷെയർ ഹോൾഡേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എംപ്ലോയീസിനെയും ആൻഡ് ഓൾ ദ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന എക്സ്പ്രഷനാണ്, ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ദെൻ മീനിങ് ഓഫ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്? ഇപ്പോൾ എക്സാമിന് എല്ലായ്പ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, വൺ വേർഡ് ഏരിയയിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഡു യു മീൻ ബൈ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്? ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മീൻസ് ദ മെഷർമെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ചെയ്ത ഓഡിറ്റ് വർക്കിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റിനെ ആണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദ അതോറിറ്റീസ് ആക്സെപ്റ്റ് ദീസ് സ്റ്റാൻഡേർഡ്സ് ആസ് ദ ക്രൈറ്റീരിയൻ ടു ജഡ്ജ് ദ വർക്ക് ഓഫ് ആൻ ഓഡിറ്റർ. ഇപ്പോൾ ഓഡിറ്ററിൻ്റെ വർക്ക് ജഡ്ജ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിന് സൂപ്പർവൈസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ മജോറിറ്റി ഓൾ അതോറിറ്റീസും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരേ ലെവലിലുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. These standards denote a set of principles, models or rules formulated by customers, common consent or the authority. അപ്പോൾ ഇതിനെ നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ മോഡൽസ് എന്ന് ട്രീറ്റ് ചെയ്യാം, ഇതിൻ്റെ റൂൾസ് എന്ന് ട്രീറ്റ് ചെയ്യാം, ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്ത് പോവാം. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA and the Institute of Chartered Accountants of India ICAI have established certain audit standards which the auditors are expected to follow in the conduct of audit. Auditing standards measures skill and degree of competency performed by an auditor in conducting an audit work. ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള മോഡൽസ്, അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അവരും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സർട്ടൺ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക, ഒരു ഓഡിറ്റർ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. Then auditing standard measures the skill and degree of competency performed by an auditor in conducting an audit work. ഇപ്പോൾ ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ എന്ത് സ്കില്ലാണ്, ദാറ്റ് മീൻസ് ആ ഓഡിറ്റിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്കില്ല്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് കോമ്പിറ്റൻസി, ഇതാണ് ഏത് ഓഡിറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യുന്നത്. ഫോളോയിങ് ആർ ദ ജനറലി ആക്സെപ്റ്റഡ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ബിക്കം മാൻഡേറ്ററി ഇൻ നേച്ചർ. ഇപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന
ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഏതെല്ലാമാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. That is general auditing standards. It can be classified into three groups. That is personal standards for auditors, standards of fieldwork, standards of reporting. Then was one, personal standards for auditors. Personal standards of auditors refers to the personal qualification and attributes of an auditor in discharging the duty as an auditor. ഒരു ഓഡിറ്റർ എന്ന രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ്, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സും അതുപോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ക്വാളിഫിക്കേഷനെയാണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റ് വർക്ക് ചെയ്യുന്നതിനുള്ള റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതിൽ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ്, പേഴ്സണൽ മോഡൽസ്, പേഴ്സണൽ റൂൾസ്, പേഴ്സണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ദെൻ പേഴ്സണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ദെൻ ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷൻസി ആസ് ഓഡിറ്റർ. ഇപ്പോൾ ഓഡിറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻസി, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, ടെക്നിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ദെൻ ദിസ് സ്റ്റാൻഡേർഡ് റെക്കഗ്നൈസ് ദാറ്റ് ഓഡിറ്റർ ഷുഡ് പൊസസ് എഡ്യൂക്കേഷണൽ, technical knowledge and experience in auditing. The object of these standards is that only a competent auditor can make the right judgment on various matters connected to audit, like application of auditing principles, selection of samples, collection of evidence, assignment of work, preparation of report, etc. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓഡിറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരാണ് ജഡ്ജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഒരു അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേരിയസ് അക്കൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺക്ലൂഷനാണ് ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നതിനും അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അത് ക്ലാരിഫൈ ചെയ്യുന്നതിനും അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. Thus an auditor should acquire both educational and technical experience in auditing. അപ്പോൾ ഓഡിറ്റ് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ ഓഡിറ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഇൻഡിപെൻഡൻസ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. The standard recognizes that auditor should maintain an independent mental attitude in all matters relating to audit. The auditor, before expressing his opinion on financial statement, has to satisfy himself that his opinion would be independent, objective and unbiased in all matters relating to his assignment. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്റ് വർക്ക് ചെയ്യുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ആ ചെയ്യുന്ന വർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, ദെൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒപ്പീനിയൻ കൊടുക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. സോ അൺബയാസ്ഡ് ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്യൂട്ടി എന്നുള്ളതാണ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. An auditor must exercise independent judgment in assessing evidence and preparing report of his assignment. He must not only be independent in fact but must also appear to others to be independent in all matters relating to the assignment, and independent in mental attitude to be maintained by auditors or auditors. അപ്പോൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള വർക്കാണ്, അല്ലെങ്കിൽ വളരെ കണ്ണിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ഓഡിറ്റ്. അപ്പോൾ അത് ആരുടെയോ പ്രഷറിലാലോ അല്ലെങ്കിൽ ആരുടെയോ ബയാസിനാലോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയായി മാറരുത് ഈ ഓഡിറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ, ഡ്യൂ പ്രൊഫഷണൽ കെയർ. This audit standard requires that the auditor to exercise due professional care in the conduct of audit, collecting evidence, selection of audit procedure, and writing of his report. This means an auditor should exercise that the amount of care which a responsible, prudent auditor would exercise in it or similar circumstances. അപ്പോൾ നല്ല ഒരു വളരെ കണ്ണിങ് ആയിട്ട്, വളരെ വിജിലൻ്റ് ആയിട്ട്, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട്, പിന്നെ ഒരു സസ്പീഷ്യൻസും ഇല്ലാതെ കണ്ടിട്ടായിരിക്കണം ഓഡിറ്റ് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു അൺബയാസ്ഡ് ആയിരിക്കണം, ഒരു പ്രഷറും ഒരാളുടെ ഭാഗത്തു നിന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടതും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സമയവും അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. Due professional court is to be exercised in the performance of examination and the preparation of report. അപ്പോൾ അവിടെ എക്സാമിനേഷൻ മീൻസ്
അയാളുടെ ഓഡിറ്റ് വർക്ക് ഡ്യൂട്ടിയാണ്, അതാണ് അവിടെ എക്സാമിൻ ചെയ്യുന്നത്. ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. ഡ്യൂ പ്രൊഫഷണൽ കെയർ ഹൗ റെക്കഗ്നൈസ് ദ ഓഡിറ്റർ ലൈക്ക് ഓൾ അതർ ഹ്യൂമൻ ബീങ്സ് ഈ സബ്ജക്ട് ടു മിസ്റ്റേക്ക് ഇൻ ബാഡ് ഫെയ്ത്ത് ആൻഡ് ഡിസോണസ്റ്റി. അപ്പോൾ അത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ വന്നു ചേരാം, പക്ഷെ അതെന്ത് ചെയ്യണം, പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓഡിറ്റർ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് പാർട്ടാണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഡിറ്റേഴ്സ്. ദാറ്റ് ഈസ് technical training and proficiency as auditor, independence in mental attitude, then due professional care. Second part, standards of field work. The field work standards frame the guidelines for the collection of actual evidence to conduct audit. This area is called actual evidence gathering segment of the audit. The various standards of field work are, ഇപ്പോൾ നമ്മൾ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള എന്താ പറയുക മുന്നൊരുക്കങ്ങളാണ് ഈ ഫീൽഡ് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ. ഫോർ ദ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, ദ ഓഡിറ്റ് വർക്ക് ഈസ് ടു ബി പ്രോപ്പർലി പ്ലാൻഡ്. ദ ഹോൾ വർക്ക് ഓഫ് ഓഡിറ്റ് ടു ബി അലോക്കേറ്റഡ് among his audit staff according to merit and properly supervised. Planning of the audit involves developing an overall strategy to the audit conduct audit. Supervision involves directing the work of assistants who are entrusted with the piece of work of audit. That means planning and supervision. ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ വർക്ക് എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം, അതിന് ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടെക്നിക്സ് ആണ് ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓൾ വർക്ക്സും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്, അതാണ് അവിടെ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂപ്പർവിഷൻ, ദാറ്റ് മീൻസ് ഡിവിഷൻ ഓഫ് വർക്കാണ്. എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ എത്ര എംപ്ലോയീസിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അതായത് ഓഡിറ്റ് ടീം എത്ര പേരുണ്ടായിരിക്കണം, ഓരോ ടീമിനും ഏതൊക്കെ വർക്കാണ് എന്ത് ചെയ്യേണ്ടത്, അലോട്ട് ചെയ്ത് പോകേണ്ടത് എന്നാണ്. അപ്പോൾ ഇറ്റ് വിൽ ആൾസോ ഇൻക്ലൂഡ് റിവ്യൂ ഓഫ് ദ വർക്കിംഗ് പേപ്പേഴ്സ് പ്രിപ്പയർഡ് ബൈ ഈച്ച് അസിസ്റ്റൻസ് ഇൻ ക്യാരിങ് ഔട്ട് ആൻഡ് ദ വേരിയസ് പാർട്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി റിവ്യൂഡ്. അതായത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പ്രിപ്പയർ ചെയ്യണം, ഓഡിറ്റ് നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ടോട്ടലി ഓഡിറ്റ് വർക്ക് എങ്ങനെ എത്ര ടൈമിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഏതിൽ വരുന്നത്, പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ. Then second part, evaluation of internal control. Evaluation of internal control is an audit procedure itself. The auditor should make a proper study regarding the internal control system existing in the firm. ഒരു ഓഡിറ്റർ ഒരു ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന ഫേമിനകത്ത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്യുവർലി ഒരു ഫേമിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഹൈ ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റർക്ക് ആ ഫേമിനകത്ത് ടെസ്റ്റ് ചെക്കിംഗ് അപ്ലൈ ചെയ്യാം. ഹി ഷുഡ് ഇവാലുവേറ്റ് ടു വാട്ട് എക്സ്റ്റെൻഡ് ദ എക്സിസ്റ്റിംഗ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഹെൽപ്പ് ആസ് എ ബേസിസ് ഓഫ് റിലയൻസ് thereon and determination of the result extend to the test to which auditing procedure are to be restricted. അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്താൽ അറിയാൻ പറ്റും ഏത് രീതിയിലുള്ള ടെക്നിക്സ് ആണ് ഈ ഫേമിനകത്ത് ഓഡിറ്റ് വർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ദെൻ തേർഡ് പാർട്ട്, സഫിഷ്യൻറ്റ് കോമ്പീറ്റൻറ്റ് എവിഡൻസ്. ദിസ് സ്റ്റാൻഡേർഡ്സ് റെക്കഗ്നൈസസ് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് of all audit procedures relating to an independent audit. Independent audit is the result of gathering sufficient and adequate evidence for better judgment. These evidences are resources and form the basis of the auditor's opinions regarding truth and fairness of the financial statement under audit. അപ്പോൾ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള മാക്സിമം ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റയാണ്, എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, ആ ഡാറ്റേൻ്റെ ഇവാലുവേഷൻ പ്രോസസ്സ് എങ്ങനെ കണ്ടക്ട് ചെയ്തു പോകുന്നു, ഏതൊക്കെ തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്യേണ്ടത്, ആ കളക്ട് ചെയ്യുന്നതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ, ഒബ്സർവേഷൻ്റെ, ദെൻ കൺഫർമേഷൻ്റെ, ഈ പറയുന്ന ഓൾ പാർട്ടും എന്ത് ചെയ്യണം, ഓഡിറ്റർ കൺസിഡർ ചെയ്തു പോകണം. ഓക്കെ, ദെൻ മെയിൻ പാർട്ടിൽ 3 സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്.
Audit report is the truth-bearing document prepared by the auditor in regard to the firm under audit and submitted to the shareholders, management and others. ഇപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന്, അതിൻ്റെ മാനേജ്മെൻറ്റിന്, ദെൻ അതർ പാർട്ടീസ്, ദാറ്റ് മീൻസ് ഇൻ റിലേറ്റിംഗ് ടു എ ഫേം, അവർക്കൊക്കെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. To the users, this report provides information and it is basic document for decision making. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആയിരിക്കും എന്തുണ്ടാവുക? ഫ്യൂച്ചറിൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം ഏത്? ഓഡിറ്റ് റിപ്പോർട്ട്. ഇറ്റ് ഈസ് പ്രൈമർലി ദ ടാൻജിബിൾ പ്രോഡക്റ്റ് ഓഫ് ഓഡിറ്റ്. It is the only communication that most of the users will receive from the auditor. Thus, the reporting standards recognize that the audit report should be clear, concise and uniform style as per law. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്. അപ്പോൾ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ ഷോർട്ടായിട്ട്, വളരെ എക്സ്പ്രസ്ഡ് ആയിട്ടുകൊണ്ട് എല്ലാ ഫാക്റ്റും ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ കൺഫോമിറ്റി വിത്ത് ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. കൺസിസ്റ്റൻസ് ഇൻ അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. Then the report shall state whether the accounting principles have been observed during the current year under audit in relation to preceding period. Then adequacy of information's disclosure. Thus standards treats as nucleus in the audit report. This standards requires an auditor to disclose in the audit report any financial data considered necessary for fair presentation. Then express opinion. Opinion with regards to financial statement and responsibility. This is the final phase of audit report, that the auditor may either give a clear expression of his opinion as the financial statement or may disclaim his opinion as financial statements. അപ്പോൾ നമുക്കറിയാം, റിപ്പോർട്ട് രണ്ട് തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നു. അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് റിപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലീൻ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് റിപ്പോർട്ടാണ്. ദെൻ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് റിപ്പോർട്ടാണ്. ഓക്കെ, ദെൻ ഈ ഓഡിറ്റിനെ സംബന്ധിച്ചിടത്തുള്ള ഓൾ ഫാക്ട് എന്ത് ചെയ്യാണ്? ഇതിനകത്തിലൂടെ ഡിസ്ക്ലോസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്.